Programming Lab for Complementary Paper. Dear students, today we will discuss about find decimal equivalent of a number. ഒരു നമ്പർ എൻട്രി ചെയ്യുക, അതിന്റെ ഡെസിമൽ ഈക്വലന്റ് ഏതാണുള്ളത് പറയാം. അപ്പൊ ഡെസിമൽ നമ്പർ അല്ലാത്തൊരു സിസ്റ്റത്തിനായിരിക്കും റൺ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പറിൽ നിന്നും എങ്ങനെ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു പ്രോഗ്രാമാണ് നോക്കുന്നത്. ഓക്കെ, സോഴ്സ് കോഡ് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് conio.h void main int num binary value decimal value, that is decimal value equal to 0, base is equal to 1, remainder. Then enter the binary number. So zeros ഉം ones ഉള്ളതാണ് ബൈനറി നമ്പേഴ്സ്. 0 ഉം 1s ഉള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യാം. മാക്സിമം ഓഫ് 5 ഡിജിറ്റ്, മാക്സിമം 5 ഡിജിറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, കാരണം ഇൻറ്റിജർ വാല്യൂ അതുകൊണ്ട് 5 ഡിജിറ്റ് എൻ്റർ ചെയ്യാം. സോ നമ്പർ വാല്യൂ നോക്കിയേ, നം എന്നുള്ളൊരു വേരിയബിൾക്ക് അത് അസൈൻ ചെയ്തു. ദെൻ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നം അസൈൻ ചെയ്തു. കാരണം ഇവിടെ എൻ്റർ ചെയ്ത നമ്പർ സീറോസും വൺസും ഉള്ള നമ്പർ ആയിരിക്കും, അത് ബൈനറി വാല്യൂ ആണ്. അപ്പോൾ ബൈനറി വാല്യൂ എന്നുള്ള ഒരു വേരിയബിളോട്ട് അസൈൻ ചെയ്ത് കിട്ടി. ദെൻ നമ്പർ ഗ്രേറ്റർ ദാൻ 0, 0നേക്കാൾ മുകളിലാണെങ്കിൽ നമുക്ക് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 0 പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം, റിമൈൻഡർ ഇസ് ഈക്വൽ ടു നം മോഡ് 10. നമ്പർ മോഡ് 10 തന്നിട്ടുള്ള നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, മോഡിനെ ഡിവൈഡ് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ കിട്ടും, ആ റിമൈൻഡർ അവിടെ സ്റ്റോർ ചെയ്യും. ദെൻ ഡെസിമൽ വാല്യൂ പ്ലസ് റിമൈൻഡർ ഇൻറ്റു ബേസ് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ബേസ് ഇസ് ഈക്വൽ ടു ബേസ് സ്റ്റാർ 2. ആൻഡ് ബേസ് 2 എന്ന് പറയുന്ന കാരണം ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, 2 എന്നുള്ളത് ബേസ് ആണ്, കോമൺ ബേസ് ആണ്. അങ്ങനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബൈനറി സിസ്റ്റം. അപ്പോൾ ബൈനറി അതുകൊണ്ടാണ് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഡിവൈഡ് ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇത് കിട്ടും, നമ്പർ സ്റ്റോർ ചെയ്യും. ദെൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ, ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇത് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബേസ് 2ലോട്ടുള്ള കൺവേർഷൻ ആണ്, കോമൺ ബേസ് 2. നോക്കാം, ഇതിന്റെ ഐഡിയ നമുക്ക് മനസ്സിലാക്കണം ആദ്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിക്ചർ കാണിക്കാം. നോക്കി, ഇതാണ് ഒരു ബൈനറി നമ്പർ 1010. ഇവിടുന്ന് വാല്യൂസ് നോക്കിയാൽ ഇവിടെ 0 ഇൻറ്റു 2^0, 1 ഇൻറ്റു 2^1, 0 ഇൻറ്റു 2^2, 1 ഇൻറ്റു 2^3. ഇതെല്ലാം ആഡ് ചെയ്യുക വാല്യൂസ്. കണ്ടോ, ബേസ് 2 ബൈനറി നമ്പർ ആയതുകൊണ്ടാണ് 2 വന്നത്. 2^0, 2^1, 2^2, 2^3. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 10 ബേസിലാണ് കിട്ടുക. ഓക്കെ, ഈ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കുക. ഇത് വെച്ചിട്ട് പറഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, അവിടെ നേരത്തെ പറഞ്ഞ റിമൈൻഡർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ അവിടെ സ്റ്റോർ ചെയ്യും, ഇവിടെ സ്റ്റോർ ചെയ്യും വാല്യൂസ്. ഇവിടെ എക്സാമ്പിളിനെ പോലെ നമുക്കൊരു വാല്യൂ എടുക്കാം, ദാറ്റ് ഈസ് 1010. ഇതാണ് ബൈനറി വാല്യൂ. ഈ ബൈനറി വാല്യൂ ആണ് നമ്പർ ഇവിടെ നമ്പറിൽ സ്റ്റോർ ചെയ്തത്. ബൈനറി വാല്യൂ ഈസ് ഈക്വൽ ടു നം എന്നുള്ള കൊടുത്തുള്ളത്. നം ഗ്രേറ്റർ ദാൻ 0 ആണോ, ആണല്ലോ അല്ലേ, ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ലൂപ്പിലോട്ട് വരും. റിമൈൻഡർ ഇസ് ഈക്വൽ ടു നം മോഡ് 10. നം മോഡ് 10 എന്നാണ് എന്താ സ്റ്റോർ ചെയ്യുക നമ്പറിൽ, റിമൈൻഡർ 0 സ്റ്റോർ ചെയ്യും അല്ലേ. റിമൈൻഡർ 0 ഉണ്ടാവില്ലല്ലോ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ സ്റ്റോർ ചെയ്താൽ 0 ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഡെസിമൽ വാല്യൂ ഇസ് ഈക്വൽ ടു ഡെസിമൽ വാല്യൂ പ്ലസ് റിമൈൻഡർ ഇൻറ്റു ബേസ്. ഡെസിമൽ വാല്യൂ ഓൾറെഡി ഇവിടെ 0 ആക്കി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 പ്ലസ് ഇവിടെ ഔട്ട്പുട്ട് വരുന്ന വാല്യൂസ് നോക്കിയേ, 0 പ്ലസ് റിമൈൻഡർ ഇപ്പൊ കിട്ടിയത്ര 0, അതും 0 ആയിരുന്നു. ദാറ്റ് ഈസ് 0 ഇൻറ്റു ബേസ് എന്തായിരുന്നു, ബേസ് ഇവിടെ മുകളിൽ നോക്കിയ ബേസ് എന്താ, 1 ആണ് ബേസ് ഉള്ളത് അല്ലേ. ദാറ്റ് ഈസ് അവിടെ 1 കിട്ടും. ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 തന്നെ കിട്ടും അല്ലേ. മൾട്ടിപ്ലൈ ബൈ 0 എന്നുമ്പോൾ ആഡ് ചെയ്യുന്ന വാല്യൂ 0 ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ. ദെൻ ബേസ് ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു 2. ബേസ് ഇൻറ്റു 2 എന്ന് പറഞ്ഞ വാല്യൂ, ബേസ് ഈസ് ഈക്വൽ ടു 1 ആണ്. 1 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്നാണ് പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു നം ബൈ 10. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ബാക്കി എന്ത് കിട്ടും, ആൻസർ എന്ത് കിട്ടും, 101 കിട്ടും. ക്ലിയർ അല്ലേ. ദെൻ നെക്സ്റ്റ് ഐറ്ററേഷൻ ആണ്. ഇവിടെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ, അതാണ് നമ്പർ ഇപ്പൊ കിട്ടിയുള്ളത്, ഗ്രേറ്റർ ദാൻ 0 ആണോ, അതെ. അപ്പൊ വീണ്ടും നെക്സ്റ്റ് ഐറ്ററേഷനിൽ വർക്ക് ചെയ്യും. നെക്സ്റ്റ് ഐറ്ററേഷൻ എന്താ നോക്കാം, റിമൈൻഡർ ഇസ് ഈക്വൽ ടു നം മോഡ് 10. ഈ നമ്പറിനെ മോഡ് 10 കണ്ട എന്താ കിട്ടിയ ആൻസർ, ഇതാണ് നമ്പർ, ഇതാണ് ഒരു നമ്പർ. ഈ നമ്പറിനെ മോഡ് 10 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും, റിമൈൻഡർ 1 സ്റ്റോർ ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ ഡെസിമൽ വാല്യൂ ഇസ് ഈക്വൽ ടു ഡെസിമൽ വാല്യൂ പ്ലസ് റിമൈൻഡർ ഇൻറ്റു ബേസ്. പിന്നെ റിമൈൻഡർ ഇപ്പൊ കിട്ടി, 1 കിട്ടി. ദാറ്റ് ഈസ് 0 പ്ലസ് 1 ഇൻറ്റു ബേസ് എന്താ, ബേസ് ഇപ്പോഴും 1 അല്ലേ ഉള്ളത്, ബേസ് ഓക്കെ, ബേസ് കൂടെ 2 കിട്ടിയിട്ടുണ്ട്, ബേസ് 2, ദാറ്റ് ഈസ് 2 ആണ്. സോ 1 ഇൻറ്റു 2 പ്ലസ് 0 ഇസ് ഈക്വൽ ടു അഗെയിൻ 2 ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കിയേ, ബേസ് ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു 2. ബേസ് ഓൾറെഡി 2 ആയിരുന്നു, 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി, 4 അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ. ദെൻ നമ്പർ ഇസ് ഈക്വൽ ടു നം ഡിവൈഡ് ബൈ 10. ഇതാണ് നമ്പറിനെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10.1 കിട്ടുക. പക്ഷെ നമ്പർ എന്നുള്ളത് ഒരു ഇന്റിജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ 10 മാത്രമേ അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുള്ളൂ. 10. ഓക്കെ അല്ലേ.
നെക്സ്റ്റ് കേസിൽ റിമൈൻഡർ 10. 10 നം മോഡ് 10 എന്ന് പറഞ്ഞത് കിട്ടും ആൻസർ. അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല, അത് 0 എന്ന് കിട്ടും. നെക്സ്റ്റ് കേസിൽ ഡെസിമൽ വാല്യൂ ഈക്വൽ ഡെസിമൽ വാല്യൂ പ്ലസ് റിമൈൻഡർ ഇൻറ്റു ബേസ്. ഡെസിമൽ വാല്യൂ ഓൾറെഡി ഇവിടെ 2 ആണ് കിട്ടിയുള്ളത്. 2 പ്ലസ് റിമൈൻഡർ കിട്ടിയുള്ള ഇപ്പൊ 0 ആണ്, ദാറ്റ് ഈസ് 0 ഇൻറ്റു ബേസ്. ഓൾറെഡി ഇപ്പൊ 4 ഉള്ളത് അല്ലെ. അപ്പൊ ആൻസർ എന്താ കിട്ടുക, അവിടെ ഓൾറെഡി 2 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ബേസ് ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു 2. ബേസ് ഓൾറെഡി എത്ര ഉള്ളത് 4 ആണ്. 4 ഇൻറ്റു 2 എന്ന് കിട്ടി 8 അവിടെ വരും. ക്ലിയർ. ദെൻ നമ്പർ ഇസ് ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 1 കിട്ടും. ദാറ്റ് ഈസ് 1 അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ഐറ്ററേഷൻ ഇവിടെ ചെക്ക് ചെയ്യാൻ, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ, അതെ അല്ലെ. നമ്പർ ഇപ്പോൾ 1 അല്ലേ, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ നം മോഡ് 10 എന്ന് കാണുമ്പോൾ അവിടെ 1 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. നം മോഡ് 10 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1/10 അല്ലേ, റിമൈൻഡർ സ്റ്റോർ എന്താ 1 സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് കേസിൽ ഡെസിമൽ വാല്യൂ പ്ലസ് റിമൈൻഡർ ഇൻറ്റു ബേസ്. ഡെസിമൽ വാല്യൂ ഓൾറെഡി 2 ആണ് അല്ലേ, ദാറ്റ് ഈസ് 2 പ്ലസ് റിമൈൻഡർ ഇപ്പൊ കിട്ടിയ 1 ആയിരുന്നു. 1 ഇൻറ്റു ബേസ് ഓൾറെഡി ഇപ്പൊ എത്രയുള്ളത് 8 ഉള്ളത് അല്ലേ. അപ്പൊ 8 കൊടുത്തു. 1 ഇൻറ്റു 8 എത്ര കിട്ടും, 8. 8 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 10 അവിടെ പ്രിന്റ് ചെയ്യും. 10 എന്നുള്ള കണ്ടന്റ് ആണ് ഡെസിമൽ വാല്യൂ കിട്ടുക. നെക്സ്റ്റ് ബേസ് ഈസ് ഈക്വൽ ടു ബേസ് സ്റ്റാർ 2. ബേസ് ഇൻറ്റു ബേസ് സ്റ്റാർ 2 എന്നാണ് എത്ര കിട്ടുക, ബേസ് ഓൾറെഡി 10 അല്ലേ, സോറി ബേസ് എന്തായാലും 8 ഇൻറ്റു 16 കിട്ടും. 16 അവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് നം ഈസ് ഈക്വൽ ടു നം ബൈ 10. നമ്പർ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു, നമ്പർ ഓൾറെഡി അവിടെ 1 ആയിരുന്നു ഉണ്ടായിരുന്നു. ഈ 1 എന്തായി മാറും, ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ 0.1 ആവും. പക്ഷെ ഇൻഡിജർ വാല്യൂ അതുകൊണ്ട് 0 ആണ് കൗണ്ട് ചെയ്തിരിക്കുക. അത് 0 അവിടെ പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കും മുകളിലെ കണ്ടീഷൻ ഏതായിരുന്നു, വൈലിന്റെ കണ്ടീഷൻ. വൈൽ നം ഗ്രേറ്റർ ദാൻ 0 ആണോ, അല്ല അല്ലെ, നമ്മുടെ വാല്യൂ 0 ആണ് കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ ലൂപ്പിന് എക്സിറ്റ് ആവും. ഇനി ഇവിടെ താഴെ വരും ഈ ഒരു കണ്ടീഷൻ, ഇറ്റ്സ് ഡെസിമൽ ഈക്വലന്റ് ഓഫ് ബൈനറി നമ്പർ ബൈനറി വാല്യൂ. ദാറ്റ് ഈസ് ബൈനറി വാല്യൂ ഫസ്റ്റ് കൊടുത്തത് 1010 ആയിരുന്നു. അപ്പൊ 1010 ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രിന്റ് ചെയ്യുക, ഇത് പ്രിന്റ് ചെയ്യും ഡെസിമൽ വാല്യൂ. ഡെസിമൽ വാല്യൂ ഇപ്പൊ എത്ര ഉണ്ട് ഇവിടെ 10 ആണ് ഡെസിമൽ വാല്യൂ ഉള്ളത്. ലാസ്റ്റ് വാല്യൂ ഉണ്ടോ 10 ആണ് ഡെസിമൽ വാല്യൂ ഇപ്പൊ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ വാല്യൂ 1010 കൊടുത്തു, ഔട്ട്പുട്ട് 10 കിട്ടി. ക്ലിയർ അല്ലേ. ഇതുപോലെ നമുക്ക് ഏത് വാല്യൂ നമ്മൾ റൺ ചെയ്ത് നോക്കാം. അത് 1011 മാക്സിമം 5 നമ്പേഴ്സ് വരെ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ കണ്ടോ 27 5 വാല്യൂസിലെ ഏത് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. 11 1010 5 വാല്യൂസ് വരെ അല്ലേ, 30. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.